കടിച്ച്. എന്നിട്ട് മതിയായിട്ടില്ല, ഭാര്യയുടെ അർത്ഥത്തിൽ കിടാക്കു 4 കൊടുത്തു. ഭാര്യയുടെ അർത്ഥത്തിൽ കിടാക്കു 4 കൊടുത്തു. ഇങ്ങനെ കൊടുത്തിട്ട് സുബ്ഹാനല്ലാഹ് രാത്രിയാകുമ്പോൾ ഒന്നിച്ച് സ്നേഹം കൊണ്ടൊരു ഫലമുണ്ടാ. അതുകൊണ്ടൊരു ഭാര്യന്റെ അടുത്ത് ഒരാളും മൃഗത്തിനെ പോലെ ഒരു ഭാര്യന്റെ അടുക്കൽ പോകാൻ പാടില്ല. മൃഗീയ ശൈലിയിലല്ല ഒരു ഭാര്യന്റെ അടുത്ത് പോവേണ്ടത്. ഭാര്യന്റെ അടുത്ത് പോകുമ്പോ നല്ല സന്തോഷമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് സന്തോഷിപ്പിച്ചിട്ട് രണ്ടാലും ഒന്നിച്ച് ഉറങ്ങുമ്പോൾ അവരതാ രണ്ടുപേരും നല്ല കുശല വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ട് സന്തോഷിപ്പിച്ചിട്ട് അവസാനം ഒന്നിക്കുമ്പോൾ സംഭോഗത്തിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ പറയാറുണ്ടോ എന്ന് ആലോചിച്ചാ മതി. ഭാര്യന്റെ കൊശി കിട്ടുമ്പോ, സുഖം കിട്ടുമ്പോ ചിലപ്പോ മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മക്കള് നന്നാവാത്ത കാരണം. നമ്മ ചിലപ്പോ ചെല്ലുന്നില്ല, എന്താ ഭീഷ്മി കുടിക്കാറേ, ചെല്ലലില്ല, ഭീഷ്മി കൂട്ടാതെ പറപ്പിച്ചിനാറാന്ന് കേൾക്കുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ ഇടയ്ക്ക് വെച്ച് മധ്യത്തിൽ ഓർമ്മ. എന്റെ മൂമിനീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഒരു മൂമിനായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കുമ്പോൾ ഓരോരോ ദിനങ്ങളിൽ ചെല്ലുന്ന ദിക്റുകൾ എത്ര ഉണ്ട്, എത്ര ഔറാദുകളുണ്ട്. നമുക്ക് സമയമുണ്ട് ചെലോനി നിസ്കരിച്ചിട്ട് ഒരു 100 തസ്ബീഹ് ചൊല്ലും നമുക്ക് പുരുഷത്തില്ല. പിന്നല്ലേ ഒരു ദ്വാരക്കും ആമീൻ ചൊല്ലും നമുക്ക് പുരുഷത്തില്ല. ഉസ്താദ് ദ്വാരക്കുന്ന അസർ നിസ്കരിച്ചെങ്കിൽ ആഫിയത്തുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നേരത്തെ തങ്ങ ചൊല്ലില്ലേ. മനുഷ്യന് നിസ്കാരം വലിയ വലുതാണ്. അല്ലാഹുവിന്റെ റസൂൽ സക്രാത്തിന്റെ വേദനയിൽ പോലും പറഞ്ഞത് സ്വലാ, നിസ്കാരം. അസർ നിസ്കരിച്ചത് കൊണ്ട് ആഫിയത്ത് കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ഉസ്താദ് ഞങ്ങൾ ജിമ്മിലേക്ക് പോയിട്ടുണ്ടല്ലേ മതിയാവല ആഫിയത്തിന്. ഞമ്മ ജിമ്മിലേക്ക് പോയിട്ട് ാക്കിട്ടാകുമ്പോ സൽമാൻ ഖാന്റെ പട്ട, അല്ലെങ്കിൽ ഏതോ ഒരു ഹംകിന്റെ പട്ട, അത് ഒരു നരമ്പ് പൊട്ടിങ്ങളൊട്ട. ഒറിജിനൽ ആഫിയത്ത് വേണം, ഒറിജിനൽ ആഫിയത്ത് വേണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തറക സലാത്തുൽ അസ്രി ഫലൈസ ഫീ ജസദിഹി ഖുവ മുഹമ്മദുർ റസൂലുള്ളാഹി. അസ്ർ നമാസ് നഹി ഹേ ഉസ്കോ ആഫിയത്ത് നഹി ഹേ. അസ്ർ നിസ്കാരം ഇല്ലേ അവനിക്ക് ആഫിയത്തില്ല. ആര് പറഞ്ഞത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. इसमें बोलो मोहम्मद मुस्तफा, प्यार से बोलो मोहम्मद मुस्तफा. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് ആഫിയത്തിന് വേണ്ടി അസ്ർ നിസ്കരിക്കണോ. ജിമ്മിലേക്ക് പോയ മതിയാവല. ജിമ്മിൽ പോയിട്ട് ഏതെങ്കിലും സിനിമ പാട്ട് വെച്ചിട്ട്, തെലുങ്ക് പാട്ട് വെച്ചിട്ട് എന്താണ് അത്? അഭ്യാസ ഉസ്താദ്, അത് യോഗാഭ്യാസ അല്ല, ദുരഭ്യാസ. ഒറിജിനൽ അഭ്യാസം ഏത്? നിസ്കാര. അതോടുകൂടെ ദിക്ർ, അത് കരാട്ടെ അല്ല. നിങ്ങൾ രാത്രി 10 മിനിറ്റ് കരാട്ടെ ദിക്റത്. അതിനല്ലേ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ പോലത്തെ വലിയ വലിയ മഹാന്മാർ അർത്ഥം പറഞ്ഞു തന്നത്. അറിയണം, ഹീ പറയണം, ഹൂ അല്ലാഹു ഹയ്യുൻ, ജീവനുള്ളവനാണ്. അതിന്റെ അർത്ഥം ഇത് കറാട്ടല്ലത്, അത് ആഫിയത്തുനുള്ള ദിക്ർ. മഹാനായ മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ പതിവാക്കിയെടുത്ത ദിക്ർ, റിഫായി ശൈഖ് തങ്ങൾ പതിവാക്കിയെടുത്ത ദിക്ർ. റിഫായി റാത്തീബ്, ദഫ് റാത്തീബ്. എന്തിന്റെ ദഫ് കേട്ടീങ്ങ? ഇതിപ്പല്ല ദിപ്പ് ദപ്പ് കുറു. ദഫ് ഒറിജിനൽ ആവണോ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അയലുൻ നിഖാ ബിദ്ദുഫൂഫ്. അല്ലാഹു പരസ്യം ചെയ്യേണ്ടത് ദഫ് കൊണ്ടാ, പട്ടുർമാൽ കൊണ്ടല്ല.
ഇന്നിപ്പോ പട്ടുറുമാലിന്റെ യുഗല്ലേ, ഇന്ന് വാതും പട്ടുറുമാലിപ്പ. സുബ്ഹാനല്ലാഹ്, പട്ടുറുമാലിന്റെ വാതും 50,000 1 ലക്ഷം കൊടുത്ത് പട്ടുറുമാലിന്റെ പാട്ട് കേൾക്കാൻ. സുബ്ഹാനല്ലാഹ് കാക്കട്ട്. ഞാൻ ആക്ഷേപിക്കുന്നില്ല. എന്റെ വാതുപോലും പട്ടുറുമാലിന്റെ പാട്ട് പാടാൻ തുടങ്ങിപ്പോയി. അപ്പോൾ ആ സീനത്ത് ചോദിച്ചത്, നിങ്ങൾ പാടണ്ട, ഞാൻ പാടുന്ന ഉസ്താദ്. സീനത്ത് ചെല്ലിട്ട് ഒരു പെണ്ണുണ്ടുമ്മ, ഒരു പട്ടുറുമാലിന്റെ പാട്ടുകാരത്തി. അതിനെ കൊടുന്നിട്ട് ഞാൻ ചിലപ്പോ കല്യാണത്തിന് പരസ്യാക്കലുണ്ട് കുറെ ഡബലാജിക്കാർ. അള്ളാഹു ആക്കട്ടെ. അജ്ജിന് പോയിട്ട് ഫലമില്ല. ആജല്ല മൂജി. പൈസ ആയ പാട് ഹറാം കൊണ്ടുവരണം. പൈസ അള്ളാഹ് തന്നത് ഹറാമിന് ചെലവാക്കാനല്ല. നേരത്തെ ഉസ്താദ് ചെല്ലിയില്ലേ ഉദ്ഘാടനത്തിൽ, നമുക്ക് അള്ളാഹു തന്ന പണം, അള്ളാഹു തന്ന സ്വത്ത് സമ്പത്ത്, അത് ചെലവാക്കേണ്ടതിന് ചെലവാക്കണം. അത് പൈസ ഉണ്ടോന്ന് ചൊല്ലിട്ട് പട്ടുറുമാൽക്കാതെ കൊണ്ടിട്ട് ചീനത്തിന്റെ പാട്ടും വെച്ചിട്ട് മൊയിലാഞ്ചി പാട്ട്, പോയി പോക്കലത്തെ പാട്ട്. സുബ്ഹാനല്ലാഹ്, എന്തിന്റെ പാട്ടത്? അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സുന്നത്ത്, മൻ അഹബ്ബ സുന്നത്തി വല്ലസ്തന്ന ബിസുന്നത്തി വഇന്ന മിൻ സുന്നത്തി അൻ-നികാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിവാഹമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം വിവാഹം. വെറുതെ മംഗളം വേണ്ടെന്ന് ചെല്ലെങ്കിൽ എനിക്ക് മതുവെ ഓടിച്ച്, എനിക്ക് മംഗല വേണ്ട, മൈ സാദി നഹീ കറൂംഗാ എന്ന് ഒരാൾ ചെല്ലിയെങ്കിൽ എന്റെ സമുദായമേ അല്ല, എന്റെ ഉമ്മത്തി അല്ല. ആര് പറഞ്ഞു? മുഹമ്മദ്. ചില ബാല്യക്കാരെല്ലാം എന്താ മംഗലാവത്തെ? ഞാൻ മംഗലമായിട്ടില്ല ഉസ്താദ്. ഇതിന്റെ ആയിട്ടില്ല. 15 പെണ്ണിനെ നോക്കി വെച്ചിനോ ഉള്ള വാട്സാപ്പ് എല്ലാം അതിൽ തന്നെ ഉള്ളേ പോലും. സുബ്ഹാനല്ലാഹ്, ഒരു അന്യ പെണ്ണെ നോക്കുന്നത് വ്യഭിചാര, ഒരു അന്യ പെണ്ണെ ചിന്തിക്കുന്നത് വ്യഭിചാര, ഒരു അന്യ പെണ്ണുമായിട്ട് ഐ ലവ് യു എന്ന് മെസ്സേജ് കടത്തുന്നത് വ്യഭിചാര. ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. ഇന്ന് ഞമ്മളെ പെൺമക്കളെ കണ്ടില്ലേ? ഞാൻ ഒരു വാട്സാപ്പിൽ വന്ന വിഷയം എല്ലാവർക്കും വാട്സാപ്പിൽ വന്ന് ഏതിന്റെ അറിയോ? മൊയിലഞ്ചിന്റെ അന്ന് ബാപ്പ വന്നിട്ട് കേട്ട് ഇതന്നെ നിക്കോ ഞാൻ നോക്കിനെ, അത് നീ കാവല്ലേ? ഏത് നല്ല ദീനി ചക്കോ, നല്ല ദീനിപരമായിട്ടുള്ള ചക്കോ. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് നിങ്ങളെ നിനക്ക് ഞാൻ കൊണ്ടിട്ട് വെച്ചിനാവാ. അപ്പോൾ ചെല്ലിയ നിന്റെ അറിയോ? ബാപ്പാ, എനിക്കിപ്പോ അല്ലാഹു ബുദ്ധി തന്നിനി, ശക്തി തന്നിനി, വാട്സാപ്പ് തന്നിനി, ഫേസ്ബുക്ക് തന്നിനി. ഞാനിപ്പോ ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ നോക്കി വെച്ചിട്ടായിനി. നിങ്ങളെ ഭർത്താവ് എനിക്ക് വേണ്ട, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എന്താ മോളെ, ഞാനൊരു ചെക്കനെ ലവാക്കിട്ട് വെച്ചിട്ടായിനി. ഏ ചെക്കോ? മുസ്ലിം അല്ല, ഒരു ക്രിസ്ത്യനിയായ യുവാവിനെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. സുബ്ഹാനല്ലാഹ്, ഒരു ക്രിസ്ത്യനിയായ ചെറുപ്പക്കാരനെ ഞാൻ പ്രേമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബാപ്പ ചിന്തിച്ചു പോയി, റബ്ബേ എന്റെ ഇസ്സത്തല്ലേ, ഞാൻ നാലാളെ മുമ്പിൽ നടക്കണ്ടേ? ഞാൻ നിസ്കാരമുള്ളവനാണ്, നോമ്പുള്ളവനാണ്, ഞാനൊരു മുസ്ലിമാൻ. എന്റെ മോളതാ ഒരു ചെറുക്കന്റെ ബാക്കിൽ പോയെങ്കിൽ അള്ളാന്റെ അടുക്കൽ മാത്രമല്ല സർവ മുസ്ലിമീൻ നിങ്ങളുടെ അടുക്കൽ എന്റെ ഇസ്സത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ? മോളെ, നീ എന്റെ ഇസ്സത്തൊന്ന് സഹായിക്കണം മോളെ. ബാപ്പ, ആ ചെറുക്കനല്ലാതെ മറ്റൊരു വിവാഹം എനിക്കില്ല. ആ സമയത്ത് ബാപ്പ മനസ്സിലാക്കി, റബ്ബേ എന്റെ ഇസ്സത്ത് വേണം, ആ ചെറുക്കണൊന്ന് കാണണം, എന്റെ മോള് പ്രേമിച്ച ചെറുക്കണൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് പെണ്ണിനോട് പറയുന്നു, മോളെ ആ ഭർത്താവിന്റെ ആ നീ സെലക്ട് ആക്കിയ യുവാവിന്റെ അഡ്രസ് താ മോളെ. മോളോട് അഡ്രസ് വാങ്ങിയിട്ട് ഇയാൾ എന്ത് ചെയ്തു എന്നറിയോ വാപ്പ? പരിശുദ്ധ ഖുർആന്റെ അതാ ബൈബിളും എടുത്തിട്ട് പരിശുദ്ധ ഖുർആന്റെ ട്രാൻസ്ലേഷൻ എടുത്തോണ്ടിട്ട് അതാ ക്രിസ്ത്യൻ യുവാവുമായി ബന്ധപ്പെടുന്നു. മോനെ, എന്റെ മോളെയാണ് നീ പ്രേമിച്ചത്, എന്റെ മോളൊരു മുസ്ലിമാണ്, ഈ പരിശുദ്ധ ഖുർആൻ പഠിച്ച മോളാണ്, അതുകൊണ്ട് നീ ഓതി നോക്കിക്കോ.
നമ്മളെ ഇസ്ലാമിന്റെ പ്രസക്തി നീ പഠിച്ചോ, നമ്മളെ ഇസ്ലാമിന്റെ പഠിച്ചോ മോനെ എന്ന് പറഞ്ഞിട്ട് ആ പരിശുദ്ധ ഖുർആൻ കൊടുത്തിട്ട് മടങ്ങി വരുന്നു. അങ്ങനെ ഈ ക്രിസ്ത്യൻ യുവാവ് ഈ ഖുർആൻ ഓതാൻ തുടങ്ങി. ഓതി 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 ഖുർആൻ മുഴുവനും വായിച്ചിട്ട് ബാപ്പയോട് വന്നിട്ട് പറയുന്നു, ഇവൻ പ്രേമിച്ച പെണ്ണിന്റെ ബാപ്പയോട് വന്നിട്ട് പറഞ്ഞതെന്താ? ഓ ബാപ്പാ, ഞാനിപ്പോ നൈജ മുസ്ലിമാൻ, ഞാനൊരു യഥാർത്ഥ മുസ്ലിമാൻ. പരിശുദ്ധ ഖുർആൻ ഞാൻ ഓതിപ്പോയി. ലോകത്തിൽ വെച്ച് പല മതങ്ങളുണ്ടെങ്കിലും യതോ ധർമ്മസ്തോ ഗുണ, എവിടെ മതമുണ്ടോ അവിടെ നന്മയുണ്ടെന്ന് ആര് പറഞ്ഞാലും ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യായ മതം അത് ഇസ്ലാം മതം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ മുസ്ലിമായി, ഞാൻ ഇസ്ലാം ഉൾക്കൊണ്ടുപോയി. ഈ ഖുർആൻ സത്യമാണ്. അതുകൊണ്ട് നിങ്ങളെ മോള് എനിക്ക് പറ്റൂല. അവൻ പറഞ്ഞെന്താ അറിയോ? ഞാനിപ്പോ നൈജ മുസ്ലിമാണ്, യഥാർത്ഥ മുസ്ലിമാണ്. അതുകൊണ്ട് നിങ്ങളെ മോള് ഈ പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടൊരു മുസ്ലിമായ എന്ന നിലക്ക് എന്നെ അവൾ പ്രേമിച്ച ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഓൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ പറ്റി പരിപൂർണമായി പഠിക്കുകയും മാത്രമല്ല ഞാൻ വിശ്വസിക്കുകയും ഞാൻ യഥാർത്ഥ ഒരു മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ടതുകൊണ്ട് എനിക്കൊരു യഥാർത്ഥ ഒരു മുസ്ലിമത്തായ പെണ്ണ് വേണം, എനിക്ക് നൈജ മുസ്ലിമായ ഒരു പെണ്ണ് വേണം. നിങ്ങളെ മോൾ എനിക്ക് വേണ്ട. നിങ്ങളെ മോക്ക് അവൾ യോജിച്ചൊരു ഏതെങ്കിലും ഒരാളെ നീ നോക്കിക്കോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, പ്രസക്തിന്റെ മതമാണ്, ശാന്തിയും സമത്വത്തിന്റെയും മതമാണ്, സഹോദര്യത്തിന്റെ മതമാണ്. നമ്മൾ അന്യോന്യം കുടുംബവുമായി ജീവിക്കേണ്ടവരാണ്, കുടുംബം കളയിക്കേണ്ടവരല്ല, ഒരു ജമാഅത്ത് കളയിക്കല്ല, മുസ്ലിമീങ്ങൾ തമ്മിൽ പിരിയേണ്ടവരല്ല, യോജിക്കേണ്ടവരാണ്. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ മുസ്ലിമീങ്ങളെ പറ്റി പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം, ഒരു മുഅ്മിന്റെ ഉദാഹരണം അവർ സ്നേഹിക്കേണ്ട കാര്യത്തിലും അവർ തമ്മിൽ പിരിസം കാണിക്കേണ്ട വിഷയത്തിലും ഒരു ബിൽഡിംഗ് പോലെ, ഒരു എടുപ്പ് പോലെ ഒരേ ബിൽഡിംഗ് ആണ് ലോക മുസ്ലിമീങ്ങൾ. ചെറിയ ഉടവ് വീട്ടിലേക്ക് വന്നുപോയാൽ സർവ മുസ്ലിമീങ്ങൾ നികർത്തേണ്ടതാണ്. അപ്പോ ഒരു മുസ്ലിമിന് ബേജാറാകുമ്പോ എല്ലാവരും അതിൽ കൂടണോ? അത് മുസ്ലിം. ഇതെന്തല്ല മരിച്ചു പോയിനെങ്കിൽ റബ്ബേ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ഞാൻ ഞാറെ നീട്ടുന്നില്ല. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, സ്നേഹിക്കേണ്ട കാര്യത്തിലും അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഏറെ ചെന്നില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് എന്റെ കുടുംബജീവിതത്തിന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നിട്ടില്ല, ഇനി കടക്കണത്തരെ. എന്റെ മുഅ്മിനീങ്ങളെ, അപ്പോ തമാത്തമിൽ മുസ്ലിമീങ്ങളായ നാം സാഹോദര്യത്തിൽ കഴിയേണ്ടവരാണ്, സ്നേഹത്തിൽ കഴിയേണ്ടവരാണ്. ആർക്കും ഒരാൾക്ക് ബേജാറ് വരുമ്പോ എല്ലാവരും കൂടണം. നമ്മളെ നാട്ടിലൊരു പാവപ്പെട്ട പെണ്ണുണ്ട്, 30, 20, 25 വയസ്സായ എത്ര പെണ്ണ് കിടക്കണം നമ്മളെ നാട്ടില്. ഇവിടെ തന്നെ നോക്കാം, നമ്മളെ ബഹുമാനപ്പെട്ട ലക്കശ്ശേരി, ഈ പേര് ചേഞ്ച് ആക്കണേ, ചെല്ലണേ കുറെ കഷ്ടമാണ്. നല്ലൊരു നഗര ബദരീങ്ങളെ ബർക്കത്ത് നിറച്ചു തരട്ടെ. ഒരു സ്ഥലത്ത് പോയിട്ടാകുമ്പോ ഞാനും പണ്ട് TH ഉസ്താദ് ഒരു വയതിന് പോയി ഒരു സ്ഥലത്തിന്റെ പേര് കേട്ട ബേജാറായി. ഞങ്ങൾ ഒരു പേര് കൊടുത്തോ, ഞാനും പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു ആ പേര് ഇന്ന് മഷൂറായി പോയി. എവിടെ അത് എവിടെ പറയുന്നില്ല. ഖൈറിലാക്കട്ടെ, TH ഉസ്താദിന്റെ ഖബറുള്ള വിശാലമാക്കട്ടെ, ഉയർത്തി കൊടുക്കട്ടെ, എല്ലാവരും അറിയപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നാട്ടിന്റെ പേരല്ല, പേര് പല സ്ഥലത്ത് പല പേരുണ്ട്, പഞ്ചുമുഖർ, നായ്മുഖർ, അതിന് വേണ്ടത് ബേജാറാക്കിയിരുന്ന.
അങ്ങനെ പല പേരുള്ള സ്ഥലമുണ്ട്. പഞ്ചിമുഖറിലുള്ള മുസ്ലിം തന്നെ ജാസ്തി പേര് പഞ്ചിമുഖർ, നായിമുഖർ, നായ്മര മൂല, കാസർഗോഡിലപ്പുറം. അങ്ങനെ പല സ്ഥലത്തും പല പേരുണ്ടെങ്കിലും എന്റെ മുഅ്മിനീൻ നിങ്ങളെ തമ്മിൽ സ്നേഹത്തിലും പിരിസത്തിലും കഴിയേണ്ട മുസ്ലിം കളയിക്കേണ്ടവരല്ല, അസദ് വെക്കേണ്ടവരല്ല, അസൂയ വെക്കേണ്ടവരല്ല. സുബ്ഹാനല്ലാഹ്, തമ്മിൽ യോജിപ്പിൽ ജീവിക്കേണ്ടവരാണ്. നരകരയിൽ കരകരാക്കേണ്ടവരല്ല, നല്ല സ്നേഹം കാണിക്കേണ്ടവരാണ് നരകര അയൽവാസി. അതുപോലെ ഒരു ജമാഅത്ത് ഇവിടെ ഒരു പ്രശ്നവുമില്ല. അല്ലാഹു ഖൈറിലാക്കട്ടെ, അല്ലാഹു നമ്മളെ യോജിപ്പിലാക്കട്ടെ, ഐക്യത്തിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ആരെങ്കിലും ഒന്ന് ചെയ്യുമ്പോ അവനോട് അസൂയ വേണ്ട. അതുപോലെ തന്നെ ഫസാദെല്ലാം വെച്ചെരിഞ്ഞിട്ട് നമ്മൾ നന്നാവണം. കാരണം നമ്മൾ ഒരു ദുആ സാധാരണ ചെയ്യാറില്ലേ എല്ലാ ഖുത്ബാന്റെ ശേഷം? റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഈ ദുആന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്റെ മുഅ്മിനുകളെ? ഈ ദുആയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റബ്ബനാ, അല്ലാഹ് എന്റെ റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, മുഅ്മിനീങ്ങളായിട്ട് മുൻകടന്നു പോയ ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്കും നീ പുറത്തു കൊടുക്കണം. പിന്നെ ദ്വാരക്കുന്നത് വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ മനസ്സിൽ നീ ആക്കണ്ട അല്ലാഹ് ഗില്ലൽ ലില്ലദീന ആമനൂ, ഈമാനിനോട്ട് നെഞ്ചി വെക്കുന്ന മനസ്സ്, മുഅ്മിനീങ്ങളോട്ട് അസൂയ കാട്ടുന്ന മനസ്സ്, നഞ്ചി കാട്ടുന്ന മനസ്സ് നീ ഞങ്ങൾക്ക് തരല്ലോ അല്ലാഹ്, നമുക്ക് തരാതിരിക്കട്ടെ. ഒരാൾ പ്രസിഡന്റ് മോനോട് അസൂയ, ഒരാൾ സെക്രട്ടറി മോനോട് അസൂയ, ഒരാൾ ഖജാഞ്ചി മോനോട് അസൂയ. ഇത് ഞമ്മ കാണിക്കേണ്ടതല്ല. അതുപോലെ തന്നെ ഒരാൾ നല്ല ഉഷാറായിട്ട് പുരകെട്ടുന്ന ബിൽഡിംഗ് ആക്കുന്ന കാറിൽ വരുന്നു, ഡബ്ല്യു കാറിൽ വരുന്ന ഒരാൾ, അപ്പൊ ഞങ്ങൾ ബേജാറാക്കുന്ന റബ്ബെ ഓണിക്കല്ല കൊടുത്തിനും ഓട്ടറാ. ഒരാൾ ജീപ്പിൽ വരുന്നു, പഠിച്ചാണ് ഓൺ ജീപ്പിൽ പോട്ടറാ. ഒരാൾ സൈക്കിൾ വരുന്നു. അള്ളാഹ് ഓരോരോ ആൾക്ക് ഓരോരോ ശൈലി അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ഖലഖക്കും വമാ തഅമലുൻ ജല്ല വല. അള്ളാഹ് നിങ്ങളെ പടക്കുമ്പോൾ നിങ്ങളെ പ്രവർത്തനം, നിങ്ങളെ ജോലി, നിങ്ങൾക്ക് എന്തിന്റെ എല്ലാം പഠിച്ചു തന്നില്ല. അതിലൊന്നും ബേജാറാക്കിയിട്ടുണ്ട്. ഓരോരാൾ എപി ഉസ്താദിന് പ്ലേറ്റ് കൊടുത്ത് നമ്മ നഞ്ചി കാട്ടിയിട്ട് കാര്യമുണ്ട? അള്ളാഹ് കൊടുക്കട്ടെ. ഇത് നിങ്ങൾ ആമിജില്ലാത്ത അള്ളാഹ് കൊടുക്കട്ട്. എപി ഉസ്താദ് എയർപ്ലെയിനിൽ പോട്ടറാ ഞമ്മക്കെന്തേ? അതിൽ സുന്നത്ത് ജമാഅത്തിനോട് പണ്ഡിതൻ. അതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ നടത്തുമ്പോ ബൈത്തുൽ മഖ്ദിസിൽ മസ്ജിദുൽ ഹറാമിൽ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകുമ്പോ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് ജിബ്രീൽ കൊണ്ടുവന്ന വാഹനം ഏതെന്നറിയോ? എത്ര വാഹന? എന്റെ പേരെന്നിന്റെ ബുറാഖ്. സുബ്ഹാനല്ലാഹ്. ഞങ്ങളെ റിക്ഷക്ക് ഇങ്ങനെ വെച്ചിട്ട് നടക്കുന്നു ബുറാഖ്. ഒന്ന് പേര് അള്ളാഹുവിന്റെ റസൂൽക്ക് കിട്ടിയ വാഹനാണ്, ബർക്കത്തിന്റെ വാഹനം. അതിനെ ബെക്കും ജാഗ്രത ബുറാക്ക് എഴുതിയിട്ട് ബല ശൈലിയിൽ നടക്കേണ്ട കാക്ക തൂര്യങ്ങൾ അള്ളാഹ് കേൾക്കുന്നതിനോട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഓരോരോ പേര് ഏത് നോക്കണം. ഞങ്ങള് ചില ആളുണ്ട് പുര കെട്ടുന്നവിടെ വലിയൊരു ബൊമ്പ വെച്ചിട്ട് വലിയ പുല്ലിന്റെ എല്ലാം വലിയ ഫോട്ടോ വെച്ചിട്ട് മാഷാ അല്ലാഹ് അതിൽ കാക്ക തൂര്യങ്ങൾ കൊണ്ട് മാഷാ അല്ലാഹ് അള്ളാഹ് കാക്കട്ടെ. കുട്ടി അടിച്ചിട്ട് തങ്ങദ്വാരന്നിട്ട് പോയിന് ബർക്കത്ത്. ബഹുമാനപ്പെട്ട ഉസ്താദ് ചേർ കള്ളിട്ടിട്ട് പോയി, ബദ്രീങ്ങളെ പേരില് ദ്വാരത്തിട്ട് പോയി. ഓ പിന്നെ മതിയായിട്ടില്ല, കണ്ണ് പോവാതിരിക്കോ? പിന്നെ കണ്ണ് യാറെ പോ? അത് പാടണ്ട. പുരക്ക് കണ്ണ് പോകാതിന് വേണ്ടി മാഷാ അല്ലാഹ് എഴുതി വെച്ച് അതിൽ പിന്നെ കാക്ക വന്നിട്ട് കൊടുത്തൂറത് എന്റെ പോയാലുണ്ടാവും. മാസാ അറിയാതാക്കിയ അള്ളാഹ് ആക്കട്ടെ. അതിന് വെച്ചിട്ടുണ്ടാ ഒരു ദിക്ർ, ഒരു തസ്ബീഹ്, ഒരു ഖുർആന്റെ ഒരു ഹർഫ്, അത് സൂക്ഷിക്കണം. ഏടെങ്കിലും കിട്ടിയെങ്കിൽ അതിനെ ബഹുമാനിച്ചിട്ട് മുത്തിട്ട് സെന്റിട്ടിട്ട് ബഹുമാനിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ടില്ലേ
അതബ് കാണിക്കേണ്ട വിഷയമാണത്. പറയുന്നത് ഗൗരവത്തോടെ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത്? പറഞ്ഞല്ലേ എന്ത്? ബുറാഖ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സുബ്ഹാനല്ലാഹി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. സൂറത്തുൽ ഇസ്റാ. അതേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോകാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന വാഹനം ബുറാഖാൻ. ആ ബുറാഖിന്റെ ഫാസ്റ്റ് എത്ര, സ്പീഡ് എത്ര, ഹൈ സ്പീഡ് എത്ര നമുക്കറിയോ? ഒരു രാത്രിയും പകലും അല്ലാഹുവിന്റെ റസൂല് സഞ്ചരിച്ചിട്ട് നേരം വെളുക്കുമ്പോ സ്വർഗം കണ്ട് നരകം കണ്ടു എല്ലാം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് മടങ്ങി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നു, അബൂബക്കരേ, ഞാൻ സ്വർഗം കണ്ടുപോയി, നരകം കണ്ടുപോയി. അങ്ങനെ നരകത്തിലും സ്വർഗത്തിലും പല അത്ഭുതങ്ങൾ കണ്ടുപോയി അബൂബക്കരേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ ഞാൻ കണ്ടു, മൂസയെ കണ്ടു, ഈസാനെ കണ്ടു, ഇങ്ങനെ പലതും കണ്ടു വന്നതാണ് അബൂബക്കരേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു പോയി. ഞമ്മക്കൊരു AP ഉസ്താദ് മുടി കൊണ്ടുവന്നിട്ട് അത് ആ മുടിയല്ല, ഞമ്മളെ പോലത്തെ പോയത്ത ഉണ്ട്. അല്ലാഹ് കാക്കട്ടെ. ഞമ്മള് ബഹുമാനപ്പെട്ട മഞ്ഞാണ് ഉസ്താദ് നാളെ കൊണ്ടുവരുന്ന ഒരു മുടി, റസൂലുള്ളാഹിന്റെ മുടി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലണോ? അബൂസ് ഉസ്താദ് അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത ആളാ. ഏതോ കാലം ദർസ് നടത്തിയിട്ട് ഇന്ന് അൽദീന സ്ഥാപനം ഉയർന്നു പോയില്ലേ? അല്ലാഹു ഉയർത്തട്ടെ. ദാറുൽ ഇർഷാദ് ഉയർത്തട്ടെ. മൻസറും മൽജവും മൻഫറും അല്ലാഹു ഉയർത്തട്ടെ. അതിനൊരു കുറവ് വരുത്താതിരിക്കട്ടെ. ആ സ്ഥാപനങ്ങളെ സഹായിക്കട്ടെ. ഉസ്താദ് നാളെ വന്നിട്ട് ചെന്ന് ഇത് റസൂലുള്ളാഹി തങ്ങളുടെ മുടിയിട്ട വെള്ളം കുടിക്കുക. അപ്പൊ ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അപ്പളെ കുടിച്ചോളൂ. കാരണം നോക്കണ്ട, അപ്പലിപ്പുറം നോക്കണ്ട. ഉസ്താദിന്റെ പെഞ്ഞെഴുതാ അല്ല മോളെതാ ചിന്തിക്കണ്ടടാ. അത് ഈമാനല്ല. ഒരു ഈമാനുള്ള ഒരു ആലിം, ലോകം അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ, ഒരു സ്വാലിഹായ ഒരു വ്യക്തി അങ്ങനെ പറയുമ്പോൾ ഒരു സംശയമില്ലാതെ കുടിച്ചാൽ ഞങ്ങളെ രോഗം അല്ലാഹു ശിഫയാക്കി തരും, അല്ലാഹു ആഫിയത്ത് തരും. അതാണ് ഈമാൻ. അങ്ങനെയുള്ള ഈമാന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈമാനാക്കി തീർക്കട്ടെ. നമ്മളെ ഇവിടുത്തെ ഉസ്താദ് തന്നെ ഒന്ന് കൊടുന്നിട്ടില്ല, ഇതാ മക്കത്തിൽ പോയപ്പോ മുടിയിട്ട് വെള്ളം കൊടുന്നിനി. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, മർക്കത് പോയിനാ ഇല്ലേ? സംശയ ഉസ്താദ് കളവ് പറയില്ല. എന്തേ? കളവ് പറയല്ല എന്നും ചെന്നറെ കള്ളൻ പൊന്നി കൊടുത്തോർ ചൊല്ലി അല്ലാഹു ഖാലല്ലാ റബ്ബുൻ കരീമുള്ള ജൗഹർ വലിയുള്ളാഹ്. പണ്ടുള്ള മറുപടി പറഞ്ഞോണ്ടായി മൊയ്തിമാല ഓരോരോ വരി പാടുമ്പോ. ഇപ്പൊ പുറത്തുണ്ടാ? ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് പോലെ എവിടെ ഹോട്ടലിൽ പോയി നോക്കുമ്പോ ഫാസ്റ്റ് ഫുഡും കിട്ടുന്ന ലാസ്റ്റില് 1/2 മണിക്കൂർ ഇരുന്നിട്ട് വന്നിട്ട് കേൾക്കുന്ന ഉസ്താദ് നേരം വൈകുന്ന ഇല്ലപ്പാ കറക്റ്റ് ഇവിടെ വരുന്നത് ഫാസ്റ്റ് ഫുഡ് ബോർഡുണ്ടാ. അത് ലാസ്റ്റ് ഫുഡ് ഉസ്താദ് വെച്ചാക്കിട്ട് കൊണ്ടുവരത്തിന്. എപ്പോ ഫ്രിഡ്ജിൽ വെച്ചതിനെ വെച്ചാക്കിട്ട് കൊണ്ടുവരുന്നത്. അതിന് പേര് ഫാസ്റ്റ് ഫുഡും. ഇതിനെ തിന്നിട്ട് രോഗം പിടിക്കാതിരിക്കുക. അല്ലാഹ് കാക്കട്ടെ, നമ്മളെ പഠിച്ചവും കാക്കട്ടെ. അതിൽ ഹോട്ടലിന് കച്ചവടത്തിന്റെ അയാൾ പോയി വർഷത്തിൽ പോയത് സലാമത്താക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ മുസ്ലിമീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഞാൻ ഇൻഷാ അല്ലാഹ് അത് നിർത്താൻ പോകുന്നു. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ വാഹനം അതാണ് ബുറാഖ്. എന്തേ? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതനായ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനായ, സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാമായ ശഫീഉൽ ഉമ്മ മുജീനാ വഹദീനാ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്ത വാഹനം ബുറാഖ്. എന്തേ?
ഒരു രാത്രി അപ്പകലിൽ വന്നിട്ട് സഞ്ചരിച്ചിട്ട് വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളടുത്ത് വന്ന് പറഞ്ഞു, ഞാനെല്ലാം കണ്ടുവന്നത്. അബൂബക്കർ അപ്പടി വിശ്വസിച്ച് അപ്പഴപ്പുറം നോക്കിയിട്ടില്ല. നിങ്ങ പോയിനെ ഒക്ക നീ ഏതില് പോയിനെ? നിങ്ങ മാരുതി കാറിൽ പോയിനേതാ? അത് എത്തോണുണ്ടാ? മാരുതി കാറിൽ പോയി എത്തുക. ഞങ്ങൾ AP ഉസ്താദ് മാരുതി കാറിൽ കോഴിക്കോട് നിന്ന് വന്നെങ്കിൽ എത്ര ഗಂಟೆ വേണം അവിടെ? അതിന് വേണ്ടി ബെൻസ് കാറിൽ പറഞ്ഞു, ഫ്ലൈറ്റിൽ പറഞ്ഞു. AP ഉസ്താദ് ഇന്ന് സുബൈ കൂടെ ഉണ്ടെങ്കിൽ നാളെ ലണ്ടൻ, നാളെ അമേരിക്ക, നാളെ സൗദി, മസ്കത്തിൽ. അവർക്കെല്ലാം നല്ല വാഹനം വേണം. അതിൽ നഞ്ചി കാട്ടണ്ട. നമ്മളെ പോട്ടറ ഒരു കള്ള കൊടുത്ത ജീപ്പ് അംബാസഡർ അതിനാ ഞമ്മാർ അസൂയാക്കിയിട്ടില്ല. അത് ഓരോരുത്തർക്ക് കൊടുത്തത് ഓരോരുത്തരും സ്വീകരിക്കുന്ന. അൽഹംദുലില്ലാഹ് അല്ലാഹു അങ്ങനെ ആക്കട്ടെ. അല്ലേ? നമ്മൾ ഇയാൾക്ക് ഒഴിനോവ കാർ കൊടുത്തിന്, അയാൾക്ക് കാർ കൊടുത്തിന്. ഓക്കെ, യാക്കെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ നമുക്ക് മാതൃകയാണ്. അള്ളാന്റെ റസൂൽ നമുക്ക് മാതൃകയുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രവർത്തനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒഴിച്ചിട്ട സ്വത്ത് ഇൽമാണ്. ആ ഇൽമിനെ പ്രചാരപ്പെടുത്താൻ വേണ്ടി ഫ്ലൈറ്റിൽ പോണ്ടി വരും, വാഹനത്തിൽ പോണ്ടി വരും, മാരുതിയിൽ പോണ്ടി വരും. അങ്ങനെ പോകണം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ലാ തഹാസദു വലാ തബാഗദു വലാ വലാ തനാജശു വലാ തഖാതഉ വകുനു അഖ്വാനാ മുഹമ്മദുർ റസൂലുള്ളാഹി. 12 മണിയാകുമ്പോൾ എന്റെ വാദം ഞാൻ നിർത്തുന്നു. അവല്ലേ ഹസദ് വെക്കണ്ട, ഹസദ് വെക്കണ്ട. റസൂലുള്ളാഹി ലാ തഹാസദു, തമ്മിൽ ഹസദ് വേണ്ട. ഫാത്തുമ്മ നല്ല ബുർക്ക ഇട്ടോണ്ട് പോന്നേ. അപ്പുറത്ത് ആയിഷ മധുവാർക്കുന്ന പഠിച്ചോന് ഈ ബുർക്കൂർക്ക് കത്തിട്ട് പോയിനെങ്കിൽ റബ്ബേ ഓല് കണ്ടോണ. ഓൾക്ക് നല്ലൊരു ബുർക്കാറോ മാപ്പിളെ കൊടന്നു കൊടുത്തിന് സൗദിന്റേത്. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടാ? ഓൾ ദ്വാരക്കോണ റബ്ബേ. അപ്പുറത്തെ ഫാത്തുമ്മാക്ക് നീ നല്ല ബുർക്കം കൊടുത്തു, അൽഹംദുലില്ലാഹ്. അപ്പൊ അള്ളാഹു എന്താക്കുന്നത്? നിക്ക് പിറ്റേന്ന് നോക്കുമ്പോ അതിനായിട്ട് അപ്പുറത്തെ ബുർക്ക കിട്ടുന്നതിന്റെ ഗ്യാരണ്ടി. ഈ അസൂയ കാണിച്ചില്ല, മനസ്സ് കരയുന്നല്ലാതെ നിനക്ക് ബുർക്ക കിട്ടല. നീ അസൂയ കാണിച്ചിട്ട് മതി. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹ് വഴി എന്നെ ശുക്രാറ് ചെയ്യുന്നുവോ അവർക്ക് ഞാൻ ഏറാക്കി കൊടുക്കാം. അൽഹംദുലില്ലാഹ്. 10 രൂപ കിട്ടി അൽഹംദുലില്ലാഹ്, 5 രൂപ കിട്ടി അൽഹംദുലില്ലാഹ്. സുബൈക്ക് കച്ചവടത്തിന് പോയിനു, അസറാമ്പത്ത് ബാനി ആയിട്ടേ ഇല്ല. പറഞ്ഞിട്ട് കാര്യമുണ്ടാ? റബ്ബെ പൂച്ച കിട്ടിയ മോശമായിട്ടിരിക്കും. ചിലപ്പോ മൊയിലാരെ മുഖം നോക്കിയ വാവായത്ത് കുളിച്ചിനായില്ല റബ്ബെ, അല്ലെങ്കിൽ അബൂബക്കറിന്റെ മുഖം നോക്കിയിട്ട് പോയി നിസ്കരിച്ചിനായി. ആഹാരെ എന്തെങ്കിലും വിചാരിച്ചിട്ട് കാര്യമുണ്ട്? ഓന്റെ മനസ്സിൽ തെറ്റ് വിചാരമല്ലേ? അയാൾ ആലിമായിരിക്കും, അയാൾ സൂഫി ആയിരിക്കും, അയാൾ സുബ്ഹാനല്ലാഹ് ബിൽ തസവുഫിന്റെ ആളായിരിക്കും. അയാളെ പറ്റി തെറ്റ് വിചാരം പോകുമ്പന്നെ മൊയിലാർക്കിട്ടിനെ പോവാക്കിനെ മൊയിലാർ കച്ചവടമില്ലേ? മൊയിലാർ നോക്കിയിട്ട് കച്ചവടാവാത്തതല്ല. ചിലപ്പോ നിന്റെ ഭാര്യന്റെ മുഖം നോക്കിയതായിട്ട് നിസ്കരിച്ചിട്ടില്ല. സുബൈക്ക് നായിന്റെ മുഖം നോക്കിയിട്ട് പോയത് കൊണ്ട് അതൊന്നും മോശമല്ല. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മോശത് നമ്മ മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ലാ തഹാസദു, ഹസദ് വെക്കണ്ട. ഒരു ദിവസം നിനക്ക് കച്ചവടായില്ല, നാളെ കിട്ടും, അല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും. അതല്ലേ ഒരു മനുഷ്യന്റെ നിയത്ത്. നിയത്ത് നല്ലേതെങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തരുമടോ. അല്ലാഹു നമ്മൾ നിയത്ത് നന്നാക്കട്ടെ. ഒരുപാട് ഗൾഫിലുള്ളവരും ഈ വാത് കേട്ടോണ്ടുണ്ട്. അല്ലാഹു അവർ ഖൈറാകട്ടെ. എത്രയോ ജോലി ഇല്ലാത്ത ഞമ്മളെ ചെറുപ്പക്കാരന് അല്ലാഹു ജോലി നൽകട്ടെ. എത്രയോ പണ്ഡിതന്മാർ ജയിലിലടക്കപ്പെട്ടു, അല്ലാഹു സലാമത്താക്കട്ടെ. എത്രയോ സ്നേഹിതന്മാരെ ജയിലിലടക്കപ്പെട്ടവരെ നീ സലാമത്താക്കണേ അല്ലാഹ്. ജോലി ഇല്ലാത്തവർക്ക്, വിസ ഇല്ലാത്തവർക്ക്, അഖാമ ഇല്ലാത്തവർക്ക്, പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് നീ നൽകണം അല്ലാഹ്. ഞങ്ങളെ ഗൾഫിലുള്ള ബാല്യക്കാരെ നീ നന്നാക്കണം അല്ലാഹ്. ഈ പള്ളിക്ക് സഹായിച്ചവരാണ്, ഈ SBS സഹായിച്ചവരാണ്. അവർക്കെല്ലാം നീ ഖൈർ നൽകണം അല്ലാഹ്.
നമുക്ക് ദുആ ചെയ്യാമല്ലാതെ വേറൊന്നുമില്ല. ദുആയുള്ളത് അതൊരു താക്കോല് പോലെ, സ്വർഗത്തിന്റെ ദുആ. അല്ലാഹു നമ്മളെ ദുആയിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഹസദ് വെക്കണ്ട. പിന്നെ പറയുന്നല്ലേ വലാ തബാഗദൂ, അരിസം വെക്കണ്ട. മുഹമ്മദിനോട് അരിസ, അബൂബക്കറിനോട് അരിസ, മൂത്തൂരോട് അരിസ, പെഞ്ഞയിരുട്ടി എങ്ങനെ അരിസല. അല്ലാഹു കാക്കട്ടെ. ഒരു ഭാര്യ ഭർത്താക്കളോട് അരിസം വെച്ച് പോയെങ്കിൽ, ഒരു ഭാര്യ ഭർത്താവിനോട് അരിസം വെച്ചെങ്കിൽ, ഒരു ഭാര്യ ഭർത്താവിനോട് മുണ്ടില്ലെങ്കിൽ മുണ്ടുന്നത് വരെ അള്ളാന്റെ ശാപ ഉണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി അവളെ ജീവിത ശാപത്തിലാണ് ഭർത്താവിനോട് അരിസത്തിൽ തെച്ചെങ്കിൽ ഭാര്യ. അതുപോലെ ഭർത്താവ് ഭാര്യയോട് അരിസം വെക്കാൻ പാടില്ല. ഒരു ഭാര്യയെ നിനക്ക് പറ്റിയില്ല, ഒരു ഭാര്യന്റെ സ്നേഹം നിനക്ക് കിട്ടുന്നില്ല, ഒരു ഭാര്യ നിന്നെ ചെല്ലിയ പോലെ കേൾക്കുന്നില്ല എങ്കിൽ ഖുർആൻ പറഞ്ഞതുപോലെ നീ ആദ്യമായിട്ട് ഫഅദൂഹുന്ന വഹ്ജുറൂഹുന്ന, ഖുർആൻ ചൊല്ലുന്നുണ്ട്. ഒരു ഭാര്യ ചെല്ലിയ പോലെ കേൾക്കുന്നില്ല, ഒരിക്കലും തലാക്ക് ചെന്നല്ല. തലാക്ക് ചൊല്ലണോ അതിന് കുറെ നിയമമുണ്ട്. ഉസ്താദ് ഞാൻ ചെല്ലിയ പോലെ കേൾക്കുന്നില്ല, ഞാൻ തലാക്ക് ചെല്ലണേവാ, അത് തലാഖല്ല. തലാഖ് ചൊല്ലണമെങ്കിൽ ഖുർആൻ പറഞ്ഞ ശൈലി നോക്ക്. ഫഅദൂഹുന്ന വഹ്ജുറൂഹുന്ന, ആദ്യം വഅദ് പറഞ്ഞു കൊടുക്കണ നോക്ക്. ഒന്നാൽ ഇരുന്നിട്ട് വഅദ് ചൊല്ലി ഓട്ടാ പെഞ്ഞയ്ക്ക്. ഓടുന്ന പോത്തുക്ക് ഭേദം പറഞ്ഞിട്ട് കാര്യല്ലേ, അങ്ങനത്തത് ഉണ്ട് ചെല്ലുന്നു. ഓടുന്ന പോത്തു അതിന് ഉറുതി ചെല്ലും കാണുന്ന, അതിന് പൊലി, അത് ശരിയാണ് പോത്തു. അതുപോലെ കൊടുക്കുന്ന പരിശുദ്ധ ഖുർആൻ ചെന്നു. പിന്നെ വഅദ് ചൊല്ലിട്ട് കേൾക്കുന്നില്ലെങ്കിൽ വഹ്ജുറൂഹുന്ന ഫിൽ മലാജി, രാത്രി കിടക്കണ്ട മോനെ, അവളെ റൂമിൽ നീ കിടക്കണ്ട, വേറെ റൂമിൽ പോയിട്ട് കിടന്നോ. ലോകത്തെ കിടക്കണമെന്നല്ല അതിന്റെ അർത്ഥം. നീ അപ്പുറത്തെ ആയുധമാന്റെ പുറക്ക് പോയിരുന്ന എന്താ പറയണു? വഹ്ജുറൂഹുന്ന ഫിൽ മലാജി, കിടക്കുന്ന സ്ഥലത്തിൽ വേറെ കിടക്കണോ, പുറത്തു പോയിട്ട് കിടക്കറ ബെഞ്ചിട്ടിട്ട്. എന്നിട്ടും നല്ല ഇല്ലെങ്കിലേ സുബ്ഹാനല്ലാഹ്, എത്ര ശൈലി ഖുർആൻ പറഞ്ഞിരുന്നു മോനെ. ഒരടി കൊടുക്ക്. എങ്ങനത്തെ അടി? തൊണ്ടല്ല, സബ്ബല്ല കൊടുക്കുന്ന അടി. മരിച്ചു ജയിലിൽ പോണ്ടി വരും. അടിക്കുമ്പോ മുറിയാകാത്ത നിലക്കുള്ള അടി കൊടുത്തിട്ട് നന്നാക്കാൻ നോക്ക്. അടിക്ക്. അടിച്ചിട്ട് നൊമ്പളാവാത്ത അടിയല്ല, മുറിയാവാത്ത അടി. നൊമ്പളായില്ല പിന്നെ പ്രശ്നമില്ലല്ലോ. നൊമ്പളാണോ? നൊമ്പളാവുന്ന നിലക്ക്, മുറിയാകാത്ത നിലക്കുള്ള അടി കൊടുത്ത് നോക്ക്. ശരിയാന്ന ശരിയായില്ല പിന്നെന്താക്ക്? ഒരു ജണ്ടാലെ പിടിച്ചിട്ട് മധ്യസ്ഥായി നോക്ക്. ഭാര്യ ഭർത്താക്കാൻ നന്നാക്കാൻ നോക്കുന്ന കാലിയാരെടുത്ത് പോയിട്ട് ഒന്ന് നോക്ക്. എന്നിട്ടും നന്നായില്ലെങ്കിലോ തലാഖ് ചൊല്ല്. ഇതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാതെ നിനക്ക് ചോറ് താരത്തേന് അങ്ങനെ ഒരിക്കലും തലാഖ് ചൊല്ലാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാരാകട്ടെ. അപ്പൊ ഭാര്യനെ നന്നാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. അല്ലാതെ ഊർക്ക് കെട്ടിയിട്ട് ബൊങ്ക കെട്ടിയിട്ട് ശരിയാന്ന മാതിരിയില്ലേ. അപ്പൊ നേരത്തെ ഉസ്താദ് ദ്വാരത്തെ കേട്ട ഉദ്ഘാടനത്തിൽ ഉസ്താദ് ഒരു ദ്വാരന്നില്ലേ, ഭാര്യനെ നന്നാക്കുന്ന ദ്വാ. ഭാര്യനെ നന്നാക്കാൻ 5 വക്ത് നിസ്കരിച്ചിട്ട്, രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, സലാത്തുൽ അവ്വാബീൻ നിസ്കരിച്ചിട്ട്, സലാത്തു ബഖാഉൽ ഈമാൻ നിസ്കരിച്ചിട്ട്, അതേ നിന്റെ ഉസ്താദ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, നിസ്കാരം എത്ര ഉണ്ട് നിങ്ങൾ പഠിച്ചിനാ? നിങ്ങൾ ളുഹ്റു അസ്ർ മഗ്രിബ് നിസ്കാരം, അതിന്റെ മുന്നേ റവാത്തിബ നിസ്കാരം ഉണ്ട്, ളുഹ ഉണ്ട്, തഹജ്ജുദ് ഉണ്ട്, സലാത്തുൽ അവ്വാബീൻ ഉണ്ട്, സലാത്തു തസ്ബീഹ് ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടോളൂ നിസ്കാരം സലാത്തു ബഖാഉൽ ഈമാൻ നിസ്കാരമുണ്ട്, സലാത്തു ബഖാഉൽ ഈമാൻ. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു പെണ്ണുങ്ങ, ഞാൻ ഒരു ചോറ് വയ്ക്കാൻ പോയപ്പോ ഒരു പെണ്ണുങ്ങ പർദ്ദന്റെ ഉള്ളിൽ കേട്ടു, ഒരു വയസ്സത്തിയുമ്മ, ഉസ്താദ് സലാത്തുൽ ബഖാഉൽ ഈമാൻ പറഞ്ഞിട്ട് നിസ്കാരം ഉണ്ട്, അത് എപ്പോ നിസ്കരിക്കണം കേട്ടു. ഞാൻ ആലോചനയാക്കി പഠിച്ചോനെ ഇവിടെ ഈ കിതാബിൽ നോക്കി. അപ്പൊ എനിക്കൊരു തലക്ക് പോയി. എന്തറിയോ ഇത് മുസല്യ ഫത്തുൽ ഫത്ത, പണ്ടത്തെ തർജിമന്റെ കുറെ കിതാബുണ്ട്, അതിൽ നോക്കിയതായിട്ട് കുഞ്ചിട്ടിട്ട് ഞാൻ കേട്ടു. അത് ഈമാൻ ബാത്ത നിസ്കാരല്ലേ, ഈമാൻ സലാമത്തായി കിട്ടാനുള്ള നിസ്കാരം. അപ്പൊ മഗ്രിബിന്റെ ശേഷം ഒരു 6 റക്അത്ത് സലാത്തുൽ അവ്വാബീൻ അതിന്റെ വഖത്ത് നിസ്കരിക്കും.
അപ്പൊ മനസ്സിലാക്കണോ, അങ്ങനത്തെ ഉമ്മമാര് ഇന്നുണ്ട്. അള്ളാഹു അവരെ ബർക്കത്തുണാമത്താക്കി തരട്ടെ. അപ്പൊ നിസ്കാരം പലജാത്യം നിസ്കാരത്തിൽ നിസ്കരിച്ചിട്ട് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഭാര്യന്റെ ബുദ്ധി നന്നാവാൻ ദ്വാരക്കണം. എന്ത് ദ്വാരക്കണം? ഭാര്യന്റെ ബുദ്ധി നന്നാവാൻ. ഏത് ദ്വാരക്കണം? റബ്ബനാ, എന്റെ അല്ലാഹ് ലനാ, നമുക്ക് നീ തരണോ മിൻ അസ്വാജിനാ, ഞങ്ങളെ ഭാര്യമാരിൽ നിന്നിട്ട് നമ്മളെ സന്താനങ്ങളിൽ നിന്നിട്ട് നല്ല കൊശി നീ തരണോ അല്ലാഹ്, സന്തോഷം നീ തരണോ അല്ലാഹ്. അത് ദുആ. ആ ദുആ കൊണ്ട് നിന്റെ ഭാര്യ നന്നോ. ഇനി ഭർത്താവിനെ നന്നാക്കാൻ വേണ്ടി ഭാര്യമാർ ദുആർക്കുന്ന അങ്ങനെ അതേ ദുആ എങ്ങനെ? റബ്ബനാ, എന്റെ അല്ലാഹ് ലനാ, ഞങ്ങൾക്ക് നീ തരണോ മിൻ അസ്വാജിനാ, ഞങ്ങളെ ഭർത്താക്കന്മാരിൽ നിന്നിട്ടും നമ്മുടെ സന്താനങ്ങളിൽ നിന്നിട്ടും ഖുർറത അയുനിൻ, നല്ല കൊശി നല്ല സന്തോഷം തരണോ അല്ലാഹ്. എന്നിട്ട് ചൊല്ലണോ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ മക്കളെ തഖ്വ ഉള്ളവരോട് തുടർന്ന മക്കളാക്കണം അല്ലാഹ്. ഞങ്ങളെ മക്കളെ തമ്മാടിയാക്കല്ല അല്ലാഹ്, റൗഡികളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം അല്ലാഹ് എന്ന് റബ്ബിനോട് ദ്വാരക്കുമ്പോ നിങ്ങളെ ഭാര്യന്റെ ബുദ്ധി നന്നാവും, നിന്റെ ഭർത്താവിന്റെ ബുദ്ധി ഭാര്യ ദ്വാരക്കുന്നത് നന്നാവും. ഇതെന്തുമില്ല, നിസ്കരിക്കലോ ഇല്ല, ദ്വാരക്കലോ ഇല്ല, തസ്ബീഹ് ചൊല്ലലോ ഇല്ല, ഉള്ള സിനിമ ഉള്ള സീരിയൽ നോക്കി ബുൾപുട്ടിട്ട് സുബ്ഹാനല്ലാഹ്. ഉസ്താദ്, എന്റെ മാപ്പിളിന്റെ ബുദ്ധി സമയല്ല, നിങ്ങൊന്ന് സമാക്കട ഉസ്താദ്. ഉസ്താദ് ഊതിയിട്ട് ഓണ്ടേൽ ഊതിങ്ങുതമാലെ. ഉസ്താദിന്റെ അടുക്കൽ പോകുമ്പോ നിന്റെ നീ ഒരു സന്തോഷാവണ, തങ്ങളെ കണ്ടിട്ട് നിനക്ക് ഫായിദ കിട്ടണ, നമ്മളെ ബഹുമാനപ്പെട്ട അഷ്റഫ് തങ്ങൾ ദുആ മഖ്ബൂലാക്കണ. നീ എന്ത് വേണോ? നീ നിസ്കാരമുള്ളവനാവണം, നിന്റെ ഭാര്യയോട് നല്ല കൊശിയിൽ പെരുമാറുന്നവനാവണം, തമ്മാത്തമിൽ അസൂയ വെക്കുന്നവനാവാൻ പാടില്ല. അതുപോലെ അരിശം വെക്കുന്നവനാവണ്ട. ഞാൻ നിർത്തുന്ന ഇൻഷാല്ലാത്ത ഭാഗവു തമ്മാത്തമിൽ അരിശം വെക്കണ്ട. എന്തിനനുസരിച്ചത്? മംഗളത്തിന് വിളിച്ചിട്ടില്ല, മൂലഞ്ചിന് വിളിച്ചിട്ടില്ല, സുന്നത്ത് മംഗളത്തിന് വിളിച്ചിട്ടില്ല, പെണ്ണ് നോക്കുമ്പോൾ വിളിച്ചിട്ടില്ല. ഈനല്ല അസം വെച്ചിട. അങ്ങനെ അസം വെച്ചെങ്കില് എന്റെ ഇടക്ക് നീ മരിച്ചുപോയെങ്കിൽ നരകാണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാട്ടെ. അരിസം ഒരാളോട് വെച്ചിരുണ്ട, ഉസ്താദിനോട് എങ്ങനെ വെച്ചിരുണ്ട? എന്തേ ഉസ്താദ് നിനക്ക് മയ്യത്ത് നിസ്കരിക്കണ്ടേ? ഉസ്താദ് നിനക്ക് ദ്വാരക്കണ്ടേ? ഉസ്താദ് മയ്യത്ത് നിസ്കരിക്കുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു, പഠിച്ചോനെ പുറത്ത് കൊടുത്തിട്ടുണ്ടായിട്ട് എന്തേ ഓനെ ഫിത്നാക്കിനി, എന്നെ ഓടിക്കാൻ നോക്കിനി. അപ്പൊ ഉസ്താദിനോട് എങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം വെച്ചിട്ടുണ്ട്? വലാത്ത ബാഹു. പിന്നെ അതെല്ലാം പറയാൻ സമയമില്ല ഇപ്പൊ. വലാത്ത കാത്തഴു, കുടുംബം മുറിച്ചിരുന്ന മഹാനായ റസൂലുള്ളാഹി. എല്ലവന്റെ പുരക്ക് നീ പോവാതിരിക്കണ്ട, മൂത്തോന്റെ പുരക്ക് പോവാതിരിക്കണ്ട, ഉപ്പാനോട് അരസം വെക്കണ്ട, ഉമ്മാനോട് അരസം വെക്കണ്ട, ഭാര്യന്റെ കുടുംബത്തിനോട് അരസം വെക്കണ്ട, ഭർത്താവിന്റെ കുടുംബത്തിനോട് അരസം വെക്കണ്ട, തമ്മാത്തമിൽ മുസ്ലിമീങ്ങൾക്കും തമ്മാത്തമിൽ അരസം വെക്കണ്ട, കുടുംബം മുറിക്കണ്ട. പ്രത്യേകിച്ച് മൂത്തോന്റെ പുരക്ക് പോകുന്നില്ല. എന്തല്ല പോത്തെ? ഓന് ഞാൻ ഗൾഫിൽ പോകുമ്പോ ചെല്ലിയിട്ടേ ഇല്ല ഉസ്താദ്, ഓന്റെ പുരക്ക് ഞാൻ പോവേ. ഓൻ ഗൾഫിൽ പോയിട്ട് ഓ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല, എന്റെ മോനിക്ക് ഒരു വിസ കടത്തിട്ടില്ല. ഇതെല്ലാം അർത്ഥം വെക്കേണ്ട കാര്യമില്ല. ദുനിയാവിന്റെ കാര്യമാണോ മിനിങ്ങളെ? നിന്റെ മൂത്തോണ് ഗൾഫിൽ പോയിട്ട് ഉഷാറായിട്ടാകുമ്പോ നിന്റെ പുരക്ക് വന്നില്ല, നീ ബേജാറ് വെക്കണ്ട. അവൻ വരുന്ന അന്ന് പോവണ്ട, ഒരു നാൾ കഴിഞ്ഞിട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും ചെല്ലു മോനെ. ചിലപ്പോ അന്ന് പോയിട്ട് അവൻ വിചാരിക്കും സർട്ടിഫിക്കറ്റ് തീർന്നതിന് മുന്നേ വന്നിനമോ, ചെട്ട് തീർന്നതിന് മുന്നേ വന്നിനോ. അതുകൊണ്ട് അങ്ങനെ വിചാരിക്കാത്തതിന് നാൾ കഴിഞ്ഞിട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും. അപ്പോൾ കുസിയാന്ന് ഞാൻ പോയിട്ടില്ലെങ്കിൽ എന്റെ മൂത്തം വന്നല്ലേ, എന്റെ ഇളവും വന്നല്ലേ, അൽഹംദുലില്ലാ. ശത്രു മിത്രുവാവും. ഏത് ശത്രുവും മിത്രുവാകുന്ന 3 കാര്യങ്ങളുണ്ട്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോ പറയാൻ സമയമില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് എന്നെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ആരോടും അരിസം വെക്കണ്ട, ആരോടും ദേഷ്യം വെക്കണ്ട, ആ കുടുംബം മുറിക്കണ്ട. ബാപ്പനോ പിരിസം വെക്കണോ, ഉസ്താദിനെ പിരിസം വെക്കണം. പ്രത്യേകിച്ച് ബാപ്പനേക്കാളും ലോകത്തിലുള്ള എല്ലാരെക്കാളും പിരിസം വെക്കേണ്ടത് മഹാനായ റസൂലുള്ളാഹി. അതുപോലെ
ഞങ്ങളെ ബാപ്പനെക്കാളും ഏറെ പിസം വെക്കേണ്ടത് ആരെ? ഉസ്താദിനെയാണ്. എന്തേ? നമ്മളെ ഉസ്താദാണ് എല്ലാം നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദല്ലേ ഇത്? സുബ്ഹാനല്ലാഹ്, ഞാൻ ചെറിയൊരു വിഷയം ഞാൻ മതിയാക്കുന്നു. ഉസ്താദ് നല്ല വിദ്യാഭ്യാസം പഠിച്ച് ഇപ്പത്തെ ഉസ്താദന്മാര് മുന്നത്തെ പോലെയല്ല. ഇപ്പൊ ട്രെയിനിങ് 1ാം ക്ലാസ് എങ്ങനെ പഠിപ്പിക്കും, 2ാം ക്ലാസ് എങ്ങനെ പഠിപ്പിക്കും. അത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാന്റെ തർബിയത്ത് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. നൂറുൽ ഉലമാ ആലിമീങ്ങള് പ്രകാശം. അവിടെ നിന്ന് മരമടഞ്ഞെങ്കിലും അവിടത്തെ വിദ്യാഭ്യാസം ഇന്നുകൊണ്ടൂടെ അത് മറിഞ്ഞിട്ടില്ല, അത് മരിച്ചിട്ടില്ല. അത് ഹയാത്താക്കാൻ വേണ്ടി ആലിമീങ്ങളുണ്ട്. നൂറുൽ ഉലമാന്റെ ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം ആഫിയത്തും ആഫിയായ ഇൽമും അല്ലാഹു നൽകുമാറാകട്ടെ. മഹാനായ ബേക്കൽ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. മഹാനായ കൂറത്തങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ആരെന്ത് പറഞ്ഞെങ്കിലും ഇന്ന് ലോകത്തിലേക്ക് എത്തിപ്പിടിക്കുക വലിയ മുഫ്തി. ഇന്നിപ്പോ ഞാൻ സാധാരണ പറയലുണ്ട്, ശംസുൽ ഉലമാ എന്ന പേര് ഇനി വെക്കേണ്ടത് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിന്. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എന്തേ? ഇന്ന് സാധാരണ ഒരു ആലിമല്ല ബേക്കൽ ഉസ്താദ്. ഒരേ ആലിമിംഗ നമ്മുടെ ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മാനി ഉസ്താദ്. ഇനി പേര് വെക്കേണ്ട ഒരു ബാക്കിയുണ്ട് ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് ശംസുൽ ഉലമ. എന്തേ ഇങ്ങനെ ഒരു പണ്ഡിതനുണ്ടോ? ഞങ്ങളെ നാട്ടിലെ ഭാഗ്യം മഞ്ഞനാടി ഭാഗത്ത് ഇവിടെ മൈരിക്കലത്ത് അല്ലേ താമസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് കൊടുക്കട്ടെ. ബേക്കൽ ഉസ്താദിന് ഒരു കിതാബ് നോക്കണം, ഒരു മസല പറയാൻ ഒരേ കിതാബ് ഇങ്ങനെ വായിച്ച് നോക്കണം. ഇല്ല, എല്ലാം ഇവിടെ തന്നെ. അല്ലാഹു അവിടുത്തെ ഇൽമ് അല്ലാഹു ശക്തിപ്പെടുത്തി കൊടുക്കട്ടെ. ആഫിയത്തും ആരോഗ്യം സിഹത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ഇങ്ങനെ ഗോളശാസ്ത്രത്തിൽ എല്ലാ ശാസ്ത്രത്തിലും എല്ലാത്തിനും കൊണ്ടുപിടിച്ച വലിയൊരു മാഹിർ മഹാനായ ബേക്കൽ ഉസ്താദിനെ പോലത്തെ ആലിം അല്ലാഹു ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട അസറുള്ള ഒരുപാട് കറാമത്ത് നൽകുന്ന മഹാനായ ഖുറത്തങ്ങൾ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 100 ചില്ലാനം വലിയ ഖാദി, സംയുക്ത ജമാഅത്തിന്റെ ജില്ലാ ഖാദി മഹാനായ ഖുറത്തങ്ങൾ 160 ജില്ലോരം പള്ളികൾ. ഒരു പണ്ഡിതന് അങ്ങനത്തെ ഖാദി സ്ഥാനം കിട്ടി. ഇത്ര വലിയ സ്ഥാനത്ത് ഉയർന്നു പോയ ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ ആരെന്ത് ചെല്ലിയെങ്കു, ആരെന്ത് പറഞ്ഞെങ്കും കറാമത്തിന് ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ അല്ലാഹു അവിടുത്തെ ദീർഘായുസ് ആഫിയത്ത് കൊടുത്ത് ഒരുപാട് നേതൃത്വം വഹിക്കാനുള്ളത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. എ.പി. ഉസ്താദിനെ പോലത്തെ പണ്ഡിതന്മാരല്ലേ ഖാദിയാറാക്കിയത്. എ.പി. ഉസ്താദ് ചില്ലറാളാ. അതുകൊണ്ട് അതെല്ലാം പറയാൻ സമയമല്ല. ഇത് ഇപ്പൊ അനുസ്മരണമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാന്റെ അനുസ്മരണം. താജുൽ ഉലമാനെ പറ്റി ഞങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. താജുൽ ഉലമാ ഇന്ന് നമ്മൾ എങ്ങനെ ആക്കിയത്? താജുൽ ഉലമാ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇന്ന് ആലിമീങ്ങളെ എവിടെ കാണുന്നു? അത് താജുൽ ഉലമാന്റെ അസറുകളാ, താജുൽ ഉലമാന്റെ മക്കളാ. താജുൽ ഉലമാന്റെ അടുത്ത് ഒരു ലഫ്ളെങ്കിലും പഠിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയില്ലേ? ഞാനൊരു 6 മാസങ്ങൾ ഓതിന് ഉള്ള ഭാഗ്യം തന്നെ പൈസ ആയെങ്കിലും താജുൽ ഉലമാന്റെ ഒരു ശിഷ്യത്വം അവിടെ വാങ്ങാൻ ഒരു ഭാഗ്യം കിട്ടിപ്പോയി. അതുകൊണ്ട് അങ്ങനത്തെ മഹാന്റെ ആ ഒരു ബർക്കത്ത് താജുൽ ഉലമാ വേദിക്ക് അല്ലേ, താജുൽ ഉലമാന്റെ അനുസ്മരണ, താജുൽ ഉലമാ നൂറുൽ ഉലമാ മഞ്ഞനാടി ഉസ്താദ് അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഇത് നമ്മൾ സ്മരിച്ചോട് പോകണം. ഇന്ന് മതിയാക്കുന്ന സ്മരണയല്ല. ഏത് ആയതുണ്ടെങ്കിലും ഏത് അവരുടെ സ്മരണ നമ്മളെ കയ്യിൽ ഉണ്ടാകുമ്പോ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുന്നതാവും. നമ്മളെ സംരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വഅദ് ഇനിയൊരു പ്രാവശ്യം ഇൻഷാ അല്ലാഹ് വീണ്ടും പോലെ പറയാൻ കേൾക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇപ്പോൾ വഅദ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച മാത്രമേ ആക്കിയുള്ളൂ. കുടുംബജീവിതത്തിനെ പറ്റി ഇനി ഒരുപാട് പറയാനുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ കുടുംബത്തെ നന്നാക്കട്ടെ. അനുജന്, ജ്യേഷ്ഠന്, അളിയന് സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഒന്നെങ്കിലും ശരിയുണ്ടാ? എന്താ അതാണ് മൂത്തോണ്ട് ആ 10 ഉസ്താദ് അവന്റെ ഔത്തൂപത്തല്ലെന്നാണ്. എന്താ നിനക്ക് തന്നിട്ടില്ലെന്ന്? അതേ ഉസ്താദ് ദിശ വേറെന്തില്ലേ? അവന് സുന്നത്ത് ജമാഅത്ത് വിരോധിയാ? അല്ല. മൊയ്തിമാല പാടില്ലേ? അല്ല. ഒരു യാസീൻ ഓതില്ലേ? അല്ല. ആലിമീങ്ങളെ ബഹുമാനിക്കും? അതൊന്നും അല്ല ഉസ്താദ്. വലിയ താജുൽ ഉലമാന്റെ നൂറുൽ ഉലമാന്റെ ആൾ. നീ എന്താ പോകത്തെ? സുന്നത്താണെങ്കിൽ തിരിച്ചിട്ടില്ല. ചെറിയ പ്രശ്നം.
പെണ്ണ് നോക്കാൻ വിളിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ നന്നാക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ആരോടും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അർസം വെച്ചിട്ട് കാര്യമില്ല. കുടുംബം മുരിക്കുന്നതുകൊണ്ട് സ്വർഗത്തിൽ കടക്കുകയില്ല. സ്വന്തം പെങ്ങളോട് അരിസം വെച്ച ഒരൊറ്റ കാരണം കൊണ്ട് നരകാവകാശിയായ ചരിത്രങ്ങളുണ്ട്. ഹജ്ജി പോയി, ഉംറത്ത് പോയി, എല്ലാം പോയി. പക്ഷെ പെങ്ങളോട് അരിസം വെച്ച ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു നരകത്തിൽ വലിച്ചിരുന്നു. അതുകൊണ്ട് പ്രയോജനമില്ല. നിസ്കരിച്ച് നിസ്കാര, നമ്മളെ നോമ്പ്, നമ്മൾ എല്ലാം സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണോ? കുടുംബവുമായിട്ട് കലഹം വേണ്ട, കുടുംബവുമായിട്ട് സ്നേഹം, പിരിസം, മുഹബ്ബത്ത്. അതുപോലെ ജമാഅത്തിൽ അന്യോന്യ സ്നേഹം. അൽഹംദുലില്ലാഹ്, നമ്മളെ മാത്രം പ്രസിഡന്റ് അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യക്കാരൻ, അത് തോന്നിക്കാൻ അവന് പ്രസിഡന്റ് അല്ലേ, ഓന്റെ ഒക്കെ ഭർത്തിയിടാണല്ലോ, ഓന്റെ ഒക്കെ കീഴിടാണല്ലോ. കൂടെ എനക്കറിയല്ല, ഞങ്ങളാ ഉണ്ടബ്ബാ കൂടെ കൂടെ കാക്കട്ട് പേടിയ കൂടെ ഉണ്ടാ അസൂയാരട്ടും വെക്കൻ. ഹസൻ മദനി കുറെ കാല പ്രസിഡന്റായി, ഇവിടെ ഭരിച്ച് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഇപ്പൊ അയാൾക്ക് സമയമല്ല, നീ പ്രസിഡന്റ് ആവുറ മുഹമ്മദ്. ഇപ്പൊ ആര് പ്രസിഡന്റ്? അജാറുണ്ടല്ലേ, പഠിച്ചവനെ ഓരോ ഇയാളെ ഒരു കപ്പ കീക്കുന്ന ബാവ അയാൾ ആവേവലെ. അത് നീ ചെല്ലണ്ട, അള്ളാക്കിയത്. മഹാസഭയിൽ ഒരാളെ പ്രസിഡന്റ് ആക്കുമ്പോ അത് മഹാസഭയിൽ അള്ളാന്റെ തീർമാനം. അതിൽ നീ ചതി കാട്ടണ്ട, അസൂയ കാട്ടണ്ട. അപ്പൊ എന്ത് വേണോ? ഞമ്മളെ ജമാഅത്ത് നന്നാവാൻ വേണ്ടി, ഞമ്മളെ മദ്രസ, പള്ളി അള്ളാന്റെതാ, മുഹമ്മദാക്കേണ്ടതല്ല, അബൂബക്കറാക്കേണ്ടതല്ലത്. ഈന്റെ ഒന്തിക ആരെങ്കിലും ബാക്കിയാക്കിയെങ്കിൽ നീ വിചാരിച്ച മുഹമ്മദാക്കി കൊടുക്ക ബാക്കിയാക്കിയതാ? അള്ളാന്റെ കടത്. മദ്രസന്റെ ബാക്കി, പള്ളിന്റെ ബാക്കി വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ റമദാൻ മുന്നേ തീർക്കണം. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. ഓടുത്ത് എനിക്കറിയില്ല, ഇവിടെ ബാക്കി ഇല്ല. ഇല്ലെങ്കിൽ ചില പള്ളിയിൽ പോകുമ്പോൾ ലീസ്റ്റ് മുഹമ്മദ് മുസ്ലിയാർ 50,000 ബാക്കി, 25,000 ബാക്കിയാക്കിയിട്ടില്ല. അള്ളാഹ് ആക്കട്ടെ. അങ്ങനെ പല ലീസ്റ്റും കാണാം. അങ്ങനെ ലീസ്റ്റിലും തീരാ. തിങ്കളാകുമ്പോ അള്ളാന്റെ കട വേഗം കൊടുത്തോ. ഇതങ്ങനല്ല. റബ്ബേ, ഒരു മൗലൂദ് ആക്കിയുള്ള 50,000 ചെലവാക്കിയിട്ട് പള്ളിന്റെ നോക്കുമ്പോ ബാക്കി എത്ര? ഏലം വിളിച്ചത് ബാക്കി, പള്ളിന്റെ ഒന്തിക്ക് ബാക്കി. മൗലൂദ് ഭയങ്കരത്തിലാക്കിയ അള്ളാഹ് മൗലൂദ് സ്വീകരിക്കുക. ഇത് പണ്ടൊരാളും കുത്തിബേത്ത്, അത് പണ്ടൊരാൾ പോയി ഒരു ഉസ്താദിന്റെ അടുത്ത്, ഉസ്താദ് ഭാര്യ കടത്തിലുള്ള ഉസ്താദ്, നിനക്ക് തലവെച്ച തീരില്ല, എന്തിനാ? അതൊക്കെ നല്ലോണം ഒരു 12 ഉസ്താദുമാരെ വിളിച്ചിട്ട് കുത്തിബേത്താക്കല. ഓൻ 12 ഉസ്താദുമാരെ കൈമടക്കുക, എടുത്തിട്ട് കട. ഓൻ കടവുള്ളവൻ കട തീർക്ക പോയിട്ട് നോക്കുമ്പോ കട യാറായി. അപ്പൊ ഓനിക്ക് സ്വന്തം കുത്തിബേത്തെടുത്തൂടെ? ഉസ്താദ് പറഞ്ഞത് 12 ഉസ്താദുമാരെ വിളിച്ചിട്ട് കഴിവുണ്ടെങ്കിൽ മാത്രം എടുക്കണമെന്നല്ലാതെ കട എടുത്തിട്ടാക്കണം ചെല്ലിയതല്ല. ഓൻ കട എടുത്തിട്ട് തന്നെ ആക്കിയത്. പോകുമ്പോ സുബാ കുത്തിബേത്തിരുന്നിട്ട് ഉറവാറായിട്ട് പൈസ കൊടുക്കുന്നതല്ല. അങ്ങായിട്ടില്ല, കോളിന്റെ അങ്ങായിട്ടില്ല ബാക്കി, പീഡിയനിലെ ബാക്കി. ഓൻ വിളിച്ചേക്ക് തറ നമുക്ക് കുത്തിബേത്ത് എടുത്തിട്ട് തറ, എന്താ പൈസ ബാക്കിയാക്കി വെച്ചിനെ, കോളിന്റെ പൈസ കൊണ്ടുവരാ വേണ. ഇത് ഈ കുത്തിബേത്ത് അള്ളാഹ് സ്വീകരിക്കുക. അത് അബ്ബയുടെ വാത്തിയാവട്ടെ, ഉമ്മയുടെ വാത്തിയാവട്ടെ, യാസീനാവട്ടെ, എന്ത് പരിപാടിയാവട്ടെ, അള്ളാഹുവിന്റെ കടം ഫസ്റ്റ് വീഴണോ. പള്ളിയുടെ കട, മനുഷ്യന്മാർക്കുള്ള ഹക്കടപാട്, ലോകത്തിൽ സർവ്വദോഷങ്ങളും അല്ലാഹു പൊറുക്കപ്പെടും. ഇല്ലദൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നെങ്കിൽ കടം എന്നുള്ളതുള്ള പുറത്തു കൊടുക്കാത്ത ദോഷാണ്. ശുഹദാക്കൾക്ക് പോലും പൊറുക്കാത്ത ദോഷം കട മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ ഒരു മയ്യത്ത് പള്ളിയിൽ കൊണ്ടെന്ന കാലത്ത് ആ മയ്യത്ത് അടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കും, ഈ മയ്യത്തിന് വല്ല കട ഉണ്ടാകും. ഇപ്പൊ മൊയിലാറ് വിളിച്ചിട്ട് കേട്ടെ എന്ത് ചൊല്ലുവാ? ഇതന്നെ മൊയിലാറെ, നിങ്ങക്ക് അതെല്ലാം കത്തില്ലേ? നിങ്ങക്ക് എന്തിനാ പണി? നിസ്കരിക്കും, നിസ്കരിക്കും. ഇല്ല മോനുണ്ട് നിസ്കരിക്കുവാണ്, ഞാൻ മനസ്സിലല്ലേ? യഥാർത്ഥമായി അങ്ങനെ ഒരു മയ്യത്ത് വന്നിങ്ങൾ ആ മയ്യത്തിന്റെ അക്കടപാട് വീടിട്ടല്ലാതെ മയ്യത്ത് ഖബർ ദഫാൻ ചെയ്യാൻ പാടില്ല. മയ്യത്തിന്റെ അക്കടപാട് തീർക്കണം. കാരണം ഖബറിൽ പോകുന്നതിന് മുമ്പ് എല്ലാ ദോഷമില്ലാതായിട്ട് നല്ല ശുദ്ധിയായിട്ട് ആ ഖബറിൽ വെക്കണ്ടേ. അല്ലാഹു നമ്മളെ കടല്ലാത്തൊരു ജീവിതം നൽകണം അല്ലാഹ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മ ഖബറിൽ കിടന്ന പാട്
മുൻകർ നക്കീർ അലൈഹിസ്സലാം രണ്ട് മലക്ക് വരവുണ്ട് കേട്ടിട്ടില്ലേ? അതിന് മുന്നേ ഒരു മലക്ക് വരവുണ്ട്. അയാളെ ഗുരുത്തമുണ്ട് എനിക്ക് ഉണ്ടാർക്ക്? മുൻകർ നക്കീർ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് ഒരു മലക്ക് വരും. എന്തിനു വരുന്ന അയാള്? ഞമ്മളെ മയ്യത്ത് ഖബറിൽ വെച്ചപാട് ഒരു മലക്ക് വരും. ആ മലക്കിന്റെ പേരാണ് റുമ്മാൻ അലൈഹിസ്സലാം. റുമ്മാൻ അലൈഹിസ്സലാം വന്നിട്ട് കേൾക്കും, ആരോട്? ഈ മയ്യത്തിനോട് കേൾക്കും, ഒക്കളാ മോനെ, നിന്റെ കയ്യിൽ പെണ്ണുണ്ടാ? മയ്യത്തിന്റെ കപ്പാന്റെ പെണ്ണ് വെച്ചണോ? വെച്ചിരുന്ന വിറ്റോട്ടാ. ഇതിങ്ങനെ തിളക്കിയ പെണ്ണില്ലാതെ പെണ്ണുണ്ടാന്ന് കേൾക്കും. അപ്പൊ മയ്യത്ത് പറയും, എന്റെ കയ്യിൽ പെണ്ണില്ല. അപ്പൊ പിന്നെ കേൾക്കുന്നതിന്റെ എഴുതാനുള്ള വല്ല മഷിയുണ്ടാ? ഷായി? അതുമില്ല. പിന്നെ എഴുതാനുള്ള കടലാസും ഉണ്ടാ? അതുമില്ല. അപ്പൊ ബഹുമാനപ്പെട്ട റുമ്മാൻ അലൈഹിസ്സലാം മലക്ക് പറയും, മോനെ, നിന്റെ ബെരളാകുന്ന കലമില്, ബെരളാകുന്ന പെണ്ണില് തുപ്പു നീറാകുന്ന മഷി മുക്കിയിട്ട് കഫാന്റെ പൊട ഒന്ന് കീറിയിട്ട് അതില് നീ എഴുതുമോനെ, നിന്റെ ജീവിത ചരിത്രം മുഴുവനും എഴുതണം മോനെ. കണ്ടോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നല്ലൊരു എഴുതാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് ആ റുമ്മാൻ അലൈഹിസ്സലാം അവിടെ എഴുതുന്നത് വരെ നിൽക്കും. നിന്നിട്ടായിട്ട് ആ ലീസ്റ്റ് ഒന്ന് എടുത്ത് നോക്കും, മോനെ, നീ എഴുതിയത് നല്ല കാര്യമാണെങ്കിൽ നീ വിജയിച്ചു പോയി മോനെ. മുൻകർ നക്കീർ അലൈഹിസ്സലാം എന്ന മലക്ക് വരുമ്പോ നീ ഇനി ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല, ജവാബ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിന്നെ എഴുതി വെച്ച സ്വാലിയായ അമലുണ്ടല്ലേ, അവിടെ ജവാബ് പറയും മോനെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് പഠിച്ചു വെച്ചോ. നീ നാളെ മരിച്ച മയ്യത്തിന്റെ പെണ്ണും കടലാസും വെച്ചിരുന്നാ നിന്റെ കലമാകുന്നത് ബെറലുണ്ടല്ലേ, പേന ബെറല്, മഷി, തുപ്പുനീര്, കഫാന്റെ കൂടെ ഒരു കേറിട്ട് നമ്മളെ ജീവിത ചരിത്രം എഴുതാൻ മലക്ക് ഏൽപ്പിക്കും മുഅ്മിനീങ്ങളെ. ആ എഴുതുമ്പോ നല്ലത് മാത്രം എഴുതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തസവ്വദ് മിൻ ആശികലിൽ മഅദി വകുല്ലില്ലാഹി വഅമൽ ഖൈറ സാദി. നീ ലോകത്തിൽ നിന്ന് വിട വാങ്ങുമ്പോ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. ഏത് ഭക്ഷണം? ഖൈറായ അമല് മുഅ്മിനീങ്ങളെ. നിന്റെ മടക്കയാത്രത്തിൽ ഖൈറായ അമല് ഒരുപാട് നീ ഉണ്ടാക്കി വെച്ചിട്ട് നാളെ മരിക്കുമ്പോ റെഡിയാക്കി വെക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാൻ നമുക്ക് വരാനായി. ഇനി കുറഞ്ഞ നാളുകൊണ്ട് റമദാൻ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് വേണം? ആരോട് അരിസുണ്ടെങ്കിൽ എല്ലാ അരിസം ഒന്ന് വിരിസാക്കിയിട്ട് മാപ്പിള വെഞ്ഞായി ഭാര്യ വെഞ്ഞായി സന്തോഷായിട്ട് വല്ല അക്കടപാടുണ്ടെങ്കിൽ വീടിട്ട്, പള്ളിൻ്റെതാവട്ടെ മനുഷ്യന്റെതാവട്ടെ അക്കടപാടെല്ലാം വീടിട്ട് ഞമ്മ നന്നാവണോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ദുആറന്നു കഴിഞ്ഞു. എന്നാലും ഈ സാധുവായ ഞാൻ ദ്വാരക്കാൻ തറപ്പെട്ടവനല്ല. ഇവിടെ ഇരുന്ന ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഒരുപാട് മലായികത്തുർ റഹ്മത്ത് ഇവിടെയുണ്ട്. അവരെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാൻ ദ്വാരക്കുന്നത്. നിങ്ങൾ തന്നെ ഒരുപാട് ഗൾഫിലുള്ളവർ, പല നാടുകളിലുള്ള കർണാടക സുന്നി ഓൺലൈനിൽ നോക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹ് ഈ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണം അല്ലാഹ്. നമ്മളെ സ്വാഗത സമിതിന്റെ പ്രസിഡന്റ് ജമാൽ ഹാജി അല്ലെ? ജമാൽ ഹാജി നേരത്തെ തങ്ങ ചെല്ലിയിൽ പിരിച്ചപ്പെട്ട അജാവട്ടെ തോഫിക്കേറ്റ് അജറായിട്ടില്ല. അതിന് അൽഹംദുലില്ലാഹ് ബർക്കത്താക്കട്ടെ. അവിടെ എല്ലാം ഒരു ഹജ്ജ് ചെയ്യാതാരില്ല കുറവ്. ഞാൻ ഇതിന്റെ അടുത്ത് ജുബൈൽക്കും ദമാംക്കെല്ലാം പോയി ഈ ഹജ്ജിന് മുന്നേ.
അവിടെ പോയപ്പോഴും തങ്ങളും ഞാൻ അവിടെ കണ്ടു. അങ്ങനെ പല മജ്ലിസിൽ പോയിട്ട് വാദം പറഞ്ഞിരുന്നു അവിടെ ജുബൈൽ, ദമാം, അൽ ഖബർ, ഇങ്ങനെ പിന്നെ റൂമറല്ലാക്കിയിട്ട് ഇങ്ങനെ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഗൾഫിലുള്ളവരെ ഓരോരോ അവസ്ഥ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു, റബ്ബേ എന്റെ കയ്യിൽ കൊച്ച കാസല്ല പിടിച്ചൊരു കൈയും കൂർക്ക് കൊടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അത്ര കഷ്ടത്തിന്റെ ഓറുണ്ടോ അവിടെ. നിങ്ങൾ വിചാരിക്കുന്നെങ്ങനെ? എന്റെ മോന് ഗൾഫിലില്ലേ? എന്റെ മോൻ 4 ആൾ ഗൾഫിലുണ്ട്. 4 ആൾ ഇവിടെ ഉറങ്ങുന്ന കാണുന്ന എനിക്ക്. സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെക്കാൾ വലിയ അവസ്ഥ ഇവിടെ. ഞങ്ങൾ വിചാരിക്കുന്ന, റബ്ബേ മാസത്തിൽ എന്തിനാ പൈസ കടത്താത്തെ? ഞമ്മളെ ഭാര്യമാരോടെ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അവിടെ ചൂടിദാര ബുക്കാക്കി വെച്ചിന്, ഇവിടെ പെൻഷനങ്ങായിട്ടില് പെൻഷൻ ബുക്കാക്കി വെച്ചിന്, ചെരുപ്പ് ബുക്കാക്കി വെച്ചിന്. ഇവിടെ പൈസ പോലും കാക്കുന്നു. അള്ളാഹു ഞമ്മളെ പെണ്ണുങ്ങൾ നന്നാക്കട്ടെ. അത് ചെല്ലുകൊണ്ട് ഇപ്പൊ സമയമല്ല. ഇൻഷാ അല്ലാഹ് ഇനിയൊക്കെ വിളിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ വരണു. അള്ളാഹു തൗഫീഖ് ചെയ്ത് മുന്നം വന്നിന് ഞാൻ വാഴുന്നിവിടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ചുറ്റുഭാഗത്ത് പല സ്ഥലത്തിലും ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വാഴുതിന്റെ ആളായിട്ട് വരുന്നല്ല. ഞാൻ കുറച്ച് പഠിച്ച ഇൽമ് മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ ചെന്നല്ലാതെ ഞാനൊരു ആലിമല്ല. ഇവിടെ ഇരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ ഇവരുടെ അടുത്ത് ഞാൻ സമാധാനമൊന്നുമല്ല. എന്നെക്കാളും കൂടുതൽ വാഴ് പറയാനും പ്രാപ്തിയുള്ള നല്ല അസംഖ്യന്മാരുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മളെ സ്വാഗത സമിതിന് വളരെ പ്രവർത്തിച്ച്, SBS വേണ്ടി പ്രവർത്തിച്ച്, ഇവിടെ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മളെ ജമാൽ അജിക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു സന്മാനം, ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതാര് കൊടുക്കുന്നത്? ഇൻഷാ അല്ലാഹ് നമ്മളെ അധ്യക്ഷനായ നമ്മളെ മാജി അധ്യക്ഷരും ഈ ഇപ്പോഴത്തെ ഹാലി അധ്യക്ഷരും അതുപോലെ വേറെ എല്ലാം കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ഒന്ന് കൊടുക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കട്ടെ. ജെൻഡർ കൊണ്ട് ആരുടെ അബ്ബാസ് ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, അബ്ബാസ് ആവട്ടെ ഉസ്താദ് അങ്ങോട്ട്. അള്ളാഹു കാക്കട്ടെ. അബ്ബാസ് കാക്കും നമ്മളെ ജമാലാക്കി ഇൻഷാ അല്ലാഹ്. അവിടെ വരെ അള്ളാഹു 2 കുറിച്ച് വെച്ച് ഇൻഷാ അല്ലാഹ് അവർ 2 ആളെ ഇരുത്തിട്ട് നല്ലൊരു ഇൻഷാ അല്ലാഹ് ഒരു പ്രോത്സാഹനം ആക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രോത്സാഹനം നമ്മളെ കടലാസുണ്ട്. സ്വാഗത സമിതിയുടെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബ്ബാസ് ഖാൻ, അതിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജമാൽ ഹാജി, SBS നമ്മളെ കുട്ടികളെ വകയിൽ കുട്ടികളെ പ്രസിഡന്റ് ആര്? ഉസ്താദ് തന്നെ. ഉസ്താദിന്റെ ഷിഹാബ് എവിടെ ഉണ്ട്? ഷിഹാബ് മുഹമ്മദ് ഷിഹാബ് കം ഹിയർ. എവിടെ വാ? ഇതാ ഉണ്ട് ഷിഹാബ്. പോയിട്ട് ഉറങ്ങിയാണ്. സലാ ഉള്ളേ മാ അല്ല SBS പ്രസിഡന്റ് ഇല്ലെന്ന് വിചാരിച്ചാൽ ഉറങ്ങിയാൻ പറ്റി ഉണ്ടല്ലേ. ബർക്കത്താൽ സെക്രട്ടറി ഉണ്ട് ഷാക്കിർ. ഷാക്കിർ എല്ലാം രണ്ട് പേര്. രണ്ടാ ബസ് ഉണ്ട്. എനിക്ക് നമ്മളെ ബർക്കത്താക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇങ്ങനത്തെ പ്രവർത്തകന്മാർ വേണം. മുഹമ്മദ് മദനി നല്ല പണിയെടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല ഉഷാറാണ്. ഇവിടെ പള്ളിക്ക് വേണ്ടി ഇനിയും അധ്വാനിക്കണായാലും നമ്മളെ മാജി പ്രസിഡന്റ് ആലി പ്രസിഡന്റ് പോയിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു ഇങ്ങനെ കാണട്ടെ. നിങ്ങളെ കാണും. അല്ലാഹു അവിടെ കാണും. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു